السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 26 അധ്യായങ്ങൾ ഇതുവരെ നമ്മൾ വായിച്ചു. അൽഹംദുലില്ലാഹ്. അൽ കബായിർ എന്നാൽ വൻപാപങ്ങൾ. വൻപാപങ്ങൾ എന്നത് വളരെ ഗുരുതരമാണ്. നമ്മുടെ ജീവിതത്തിൽ അതെത്രമാത്രം ഉപദ്രവമുണ്ടാക്കും എന്നത് കഴിഞ്ഞ ഓരോ അധ്യായത്തിലും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ചെറുപാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകാതിരിക്കാൻ കാരണമായി തീരും. ഒരാളുടെ ജീവിതത്തിൽ വൻപാപങ്ങൾ കടന്നു വന്നാൽ, നമ്മൾ ഇതുവരെ വായിച്ച ഓരോ അധ്യായവും വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉണ്ടാവാറുള്ള തിന്മകളാണ്. ഹൃദയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നാവിലൂടെ സംഭവിക്കുന്ന തിന്മകളാണ്, അതല്ലെങ്കിൽ വൻപാപങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ഓടിയകലാൻ, രക്ഷപ്പെടാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ക്ലാസിൻ്റെ തുടക്കത്തിലും ഈ വൻപാപങ്ങളുടെ അപകടം സൂചിപ്പിക്കുന്നത് നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിൽ മുഅ്മിനിൻ്റെ കണ്ണിൽ പാപങ്ങൾ എന്നത്, ഒരു തിന്മ എന്നത് മറിഞ്ഞു വീഴാനിരിക്കുന്ന ഒരു പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാളുടെ അവസ്ഥയാണ്. ഏത് സമയത്തും എൻ്റെ തലയിലേക്ക് വീണേക്കാം എന്ന ഭയത്തോടെ ആയിരിക്കും അയാൾ ജീവിക്കുക. എന്നാൽ ഒരു കപടവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മൂക്കിൻ തുമ്പത്ത് ഒരു ഈച്ച വന്നിരുന്നത് പോലെ എന്ന് പറഞ്ഞതിനെ ആട്ടി അകറ്റും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായി തന്നെ ഈ പദപ്രയോഗം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, അൽ കബായിർ, വൻപാപങ്ങൾ എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. 27ാമത്തെ അധ്യായമാണ് നമുക്ക് വായിക്കാനുള്ളത്. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ബാബുൻ മാ യംഹഖുൽ കദിബു മിനൽ ബറകതി. കളവ് ബറക്കത്തിനെ ഇല്ലാതാക്കി കളയും എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാവുകൊണ്ട് സംഭവിക്കുന്ന തിന്മകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സംസാരത്തിലൂടെ, വാക്കുകളിലൂടെ വരുന്ന അനേകം തിന്മകൾ, അത്തരം സന്ദർഭങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു പോയത്. ഈ അധ്യായം എന്നത് കളവ് ബറക്കത്തിനെ ഇല്ലാതാക്കി കളയും എന്നത് വിശദീകരിക്കുന്ന അധ്യായമാണ്. ഒരൊറ്റ ഹദീസ് മാത്രമേ ഷെയ്ഖ് റഹിമഹുള്ള ആ ഭാഗത്ത്, ആ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ ഹദീസാവട്ടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. പ്രത്യേകിച്ച് കച്ചവടക്കാർ, കച്ചവടത്തിൻ്റെ മേഖലയിൽ ഉള്ള ആളുകൾ
വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണിത്. ഷെയ്ഖ് പറഞ്ഞു, ബാബുൻ മാ യംഹഖുൽ കദിബു മിനൽ ബറക. കളവ് എന്നത് ബറക്കത്തിനെ ഇല്ലാതാക്കി കളയും. അൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അന്നമാ എന്നാണ് അറബിയിൽ അതിൻ്റെ അർത്ഥം. അഥവാ അസിയാദ, സിയാദത്തുൽ ഖൈരി വദവാമുഹു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. നന്മകളിലുള്ള വർധനവും അത് നിലനിൽക്കലും, അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ബാറക അല്ലാഹു ഫീക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലീ, അള്ളാഹുവേ നീ എനിക്ക് ബറക്കത്ത് നൽകണേ എന്ന് നമ്മൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ബാറക അല്ലാഹു ഫീക്ക്, ബാറക അല്ലാഹു ലക് എന്നൊക്കെ ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു തആല എനിക്ക് നൽകിയിട്ടുള്ള നന്മകൾ അത് വർദ്ധിപ്പിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യട്ടെ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അഥവാ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. അള്ളാഹു എനിക്ക് ബറക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മ, ഒരു നന്മ കണ്ടാലാണല്ലോ നമ്മളത് പറയുക, ആ നന്മ അതല്ലെങ്കിൽ നന്മകൾ അത് വർദ്ധിപ്പിച്ചു നൽകട്ടെ, അതുപോലെ അത് നിലനിർത്തി തരികയും ചെയ്യട്ടെ. ഇതാണ് അൽ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഈ ബറക്കത്തിനെ ഇല്ലാതാക്കി കളയും, നശിപ്പിച്ചു കളയും, അതിനെ ഉന്മൂലനം ചെയ്ത് കളയും. എന്ത്? അൽ കദിബ്, കളവ് എന്നുള്ളത്. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം നൽകിയ ഹദീസ് ഇപ്രകാരമാണ്. അൻ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു മർഫൂഅൻ. മഹാനായ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു എന്ന സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖാ ഫഇൻ സദഖാ വബയ്യനാ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ വഇൻ കദബാ വകതമാ മുഹിഖത് ബറകതു ബൈഇഹിമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാൻ, അൽ ബയ്യാൻ എന്ന് പറഞ്ഞാൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആൾ. അൽ ബായിഉ വൽ മുസ്തരി. അൽ ബായിഅ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നവൻ, കച്ചവടക്കാരൻ. അൽ മുസ്തരി എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവൻ. അൽ ബയ്യാനി അഥവാ രണ്ട് ഇടപാടുകാർ, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രണ്ടാളുകൾ. ബിൽ ഖിയാരി, അവർക്ക് ഖിയാറുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. മാലം യതഫറഖ, അവർ വേർപിരിയുന്നത് വരെ. അഥവാ ഒരു സ്ഥലത്ത് ഒരു കച്ചവടം നടക്കുകയാണ്. ആ കച്ചവടം നടക്കുന്ന സന്ദർഭത്തിൽ രണ്ടുപേരും അവരുടെ അഥവാ ശരീരം ആ സദസ്സിൽ നിന്ന് വേർപിരിയുന്നത് വരെ അവർക്ക് സമയമുണ്ട്, അവസരമുണ്ട്. ഒന്നല്ലെങ്കിൽ ഈ കച്ചവടം ഉറപ്പിക്കാം, അതല്ലെങ്കിൽ കച്ചവടത്തിൽ നിന്ന് ഒഴിയാം. ബയ്അുമായി, കച്ചവടവുമായി ബന്ധപ്പെട്ട മസ്അലയാണ് നമ്മുടെ വിഷയം. അതല്ലാത്തത് കൊണ്ട് കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മളത് പഠിക്കണം. ഫഇൻ സദഖാ, നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത് ഇനിയുള്ള ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ സദഖാ, അവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ, സത്യസന്ധത കാണിച്ചാൽ, വബയ്യന, വിവരിച്ചാൽ, വ്യക്തമാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ, ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവരുടെ ആ കച്ചവടത്തിൽ, ആ ഇടപാടിൽ ബറക്കത്ത് നൽകപ്പെടും. വഇൻ കദബാ, ഇനി അവർ രണ്ടുപേരും കളവ് പറഞ്ഞു, വകതമാ, മൂടിവെച്ചു, മുഹിഖത് ബറകതു ബൈഇഹിമാ, എങ്കിൽ അവരുടെ കച്ചവടത്തിലെ ബറക്കത്ത് ഇല്ലാതാവും, നീക്കം ചെയ്യപ്പെടും. സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ നോക്കൂ, കളവ് ബറക്കത്തിനെ ഇല്ലാതാക്കി കളയും. അതാണ് നമ്മുടെ തലക്കെട്ട്.
പ്രത്യേകിച്ച് കൂടുതൽ സംഭവിക്കുക ഈ മേഖലയിലാണ്, കച്ചവടത്തിൻ്റെ മേഖലയിലാണ്. രണ്ടുപേരും, വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും സത്യസന്ധത പാലിക്കണം, വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കണം, പറഞ്ഞു കൊടുക്കണം. അഥവാ വിൽക്കുന്ന ആൾ കൃത്യമായി സത്യസന്ധത പുലർത്തണം എന്നു പറഞ്ഞാൽ തൻ്റെ പ്രൊഡക്റ്റ്, താൻ വിൽപ്പന നടത്തുന്ന വിൽപ്പന ചരക്ക് എന്താണോ അതിൻ്റെ വിഷയത്തിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. അതിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. കളവ് പറയരുത്. ഉദാഹരണത്തിന്, ഇത് പുതിയ സാധനമാണ് എന്ന് പറയും, ഇതിപ്പം ഇറങ്ങിയ മോഡലാണ്, അല്ലെങ്കിൽ ഇപ്പം ഗോഡൗണിൽ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, 5 കൊല്ലമായിട്ട് അതിൻ്റെ അടിയിലുണ്ടാവും. അതല്ലെങ്കിൽ ആ രൂപത്തിൽ വല്ല കളവും പറയുക. അതുപോലെ വബയ്യന, വിശദീകരിച്ചു പറയണം, വ്യക്തമായി തെളിച്ചു പറഞ്ഞു കൊടുക്കണം, അത് ഇന്നതിന്നതാണ്. പ്രത്യേകിച്ച് മാർക്കറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, കച്ചവടം ചെയ്യുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണം. കണ്ടാൽ അതിൻ്റെ ഒറിജിനൽ കമ്പനിക്കാരൻ വരെ അന്താളിച്ചു പോകുന്ന രൂപത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. കൊടുക്കുമ്പോൾ പറയണം, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, ഇത് ഒറിജിനൽ അല്ല, അതുകൊണ്ട് അതിൻ്റെ പൈസ ഇത്രയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ചില ആളുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തും. ഒരു ഭയവുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ ആളുകൾക്ക് കൊടുക്കുന്ന കാണാം. അത് സഹോദരങ്ങളെ, അവിടെയുള്ള നാട്ടുകാരായാലും ശരി, പുറമേ നിന്ന് വരുന്ന ആളുകളായാലും ശരി, വിദേശികളായാലും ശരി, ടൂറിസ്റ്റ് ആയാലും ശരി, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അനീതി, അതിക്രമം അല്ലാഹു തആല ഒരാളോടും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. സത്യം പറയുകയും വിശദീകരിച്ച് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവരുടെ ആ ഇടപാടിൽ, ആ കച്ചവടത്തിൽ ബറക്കത്ത് നൽകപ്പെടും. അള്ളാഹു ബറക്കത്ത് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കച്ചവടം കൊണ്ട് ലഭിക്കുന്ന പണത്തിൽ, അതുകൊണ്ട് ലഭിക്കുന്ന ശമ്പളത്തിൽ, അതുകൊണ്ട് ലഭിക്കുന്ന സമ്പാദ്യത്തിൽ ബറക്കത്ത് നൽകും. നമുക്ക് ഉപകാരപ്പെടും. ഇനി കുറച്ചേ ലാഭമുള്ളൂ, അൽഹംദുലില്ലാ, ആ ലാഭം ഉപകാരപ്പെടും. നേരെ മറിച്ച് വൈൻ കദബാ, കളവ് പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നല്ലെങ്കിൽ താഴെ കാണാത്ത സ്ഥലത്ത് മോശമായ കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചു, എന്നിട്ട് മുകളിൽ നല്ല പുതിയ സംഭവം കൊണ്ടുവച്ചു, എന്നിട്ട് കൊടുക്കുമ്പോൾ ഒന്നായിട്ട് കോരി കൊടുക്കുക. അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും കളവ് ചെയ്തുകൊണ്ട് ന്യൂനതകൾ പറയാതെ കൊടുത്തു കഴിഞ്ഞാൽ മുഹിഖത് ബറകതു ബൈഇഹിമാ, അവരുടെ ആ ഇടപാടിലെ ബറക്കത്ത് ഇല്ലാതാക്കപ്പെടും, ഉന്മൂലനം ചെയ്യപ്പെടും. ഒരിക്കലും അതുകൊണ്ട് ലഭിക്കുന്ന ലാഭമാവട്ടെ, ശമ്പളമാവട്ടെ, സമ്പത്താവട്ടെ, അതിന് ബറക്കത്തുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഇത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ നഷ്ടപ്പെടും, ബറക്കത്തുണ്ടാവുകയില്ല. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഒരുപാട് കച്ചവടം നടക്കും, ഭയങ്കര കച്ചവടമായിരിക്കും. നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ എന്താ കച്ചവടം, നല്ല ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒറിജിനലാണെന്ന് പറഞ്ഞ് നല്ല കൊടുക്കൽ കൊടുത്തു എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. പക്ഷേ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല, അതിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു. അതേതെങ്കിലും ഒരു രൂപത്തിൽ അത് തിരിച്ചടിക്കും. അത് പല ആളുകളും അനുഭവം പറയാറുണ്ട്. ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ടും അതുപോലെ സത്യസന്ധത കാണിക്കാതെയും ഉണ്ടാക്കിയ മുതലുകൾ പിന്നീട് അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഡോക്ടറെ അടുത്ത് കൊണ്ടു കൊടുക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. അതല്ലെങ്കിൽ ഇവനെവിടെ തൊട്ടാലും നാശമായിരിക്കും, ജീവിതത്തിൽ കരകയറാൻ സാധിക്കുകയില്ല. പലിശയും പലിശയും കടവും കടബാധ്യതയും അങ്ങനെ ആകെ വെള്ളത്തിൽ മുങ്ങിയതുപോലെ ഇരിക്കും. കര കാണാത്ത കടലിൽ മുങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും ഒരാൾ? ആ രൂപത്തിൽ ഇങ്ങനെ കൈയിട്ടടിക്കുക എന്നല്ലാതെ എന്തു ചെയ്താലും രക്ഷ ഉണ്ടാവുകയില്ല. കാരണം സമ്പത്ത് ഹറാമായി പോയി, അതിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. നേരെ മറിച്ച്
ചെറിയ കച്ചവടമായിരിക്കും, കുറച്ചേ ലാഭം ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ പോലെ വലിയ സാമർഥ്യമൊന്നും ഉണ്ടാവില്ല. വരുന്ന ആളോട് കാര്യം പറയും, ഇനിയിപ്പോൾ അവസാനത്തെ കുറച്ച് സാധനമാണ്, അതിനെന്തെങ്കിലും പൊട്ടോ ഒടിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ പറയും, ഇതിനിങ്ങനെ പ്രശ്നമുണ്ട്, ഇതിൻ്റെ പൈസ ഇത്രയാണ്, അതിങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര പൈസക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് നല്ല വൃത്തിയിൽ കച്ചവടം ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം ലാഭം വളരെ കുറവായിരിക്കും. ഒന്ന് വിൽക്കേണ്ട സ്ഥാനത്ത് ഇയാൾ 3 വിറ്റിട്ടുണ്ടാവും, ആ പൈസയെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇയാൾ നല്ല റാഹത്തിൽ കിടന്നുറങ്ങും, നാട്ടിൽ മക്കളെ കെട്ടിച്ചിട്ടുണ്ടാവും, വീട് വെച്ചിട്ടുണ്ടാവും, വാഹനം വാങ്ങിയിട്ടുണ്ടാവും, 1 ഉറുപ്പ്യ ലോണും ഉണ്ടാവില്ല, കടമുണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്ന് മരിച്ചാൽ അൽഹംദുലില്ലാ ഒരു പ്രശ്നമില്ല എന്ന നിലക്കായിരിക്കും. ഇത് സഹോദരങ്ങളെ പലപ്പോഴും പല ആളുകളും പറയാറുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കച്ചവടത്തിൽ സത്യസന്ധത കാണിക്കണം, വ്യക്തത വരുത്തണം, കളവ് പറഞ്ഞുകൊണ്ട് മൂടി വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യരുത്. സത്യം പറഞ്ഞാൽ വ്യക്തമാക്കി കൊടുത്താൽ അതിൽ ബറക്കത്ത് നൽകും, അതിൽ ബറക്കത്ത് നൽകും. ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഡ്യൂപ്ലിക്കേറ്റാന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു, അത് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് 2 ദിവസം കൊണ്ട് പൊട്ടിപ്പോയി. അയാൾ നമ്മളെ കട തല്ലി പൊളിക്കാൻ വരില്ല, ഇപ്പോൾ ഒരു പൊട്ടിയെ നോക്കിയിട്ട് പറയും മൂപ്പര് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ ആശ്വസിക്കും. പക്ഷെ നമ്മൾ ഒറിജിനലാന്ന് പറഞ്ഞിട്ട് കൊടുത്താലോ അയാൾ പോലീസിനെ കൂട്ടിയിട്ട് വരും. പിന്നെ തല്ലായി, വർത്താനായി, കേസായി, ഗുലുമാലായി എത്രയോ സംഭവങ്ങൾ കാണാം. ചിലപ്പോൾ ഈ കിട്ടിയ ലാഭത്തിൻ്റെ എത്രയോ ഇരട്ടി ഫൈൻ അടക്കേണ്ടി വരും, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ഇത് പറയാൻ ധാരാളം അനുഭവങ്ങൾ പല ആളുകളും പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിഷയം അൽ കദിബ്, കളവ് എന്നത്, കള്ളം എന്നത് ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. ഇത് നമ്മൾ മുന്നേ വായിച്ച ഓരോ അധ്യായങ്ങളിലും സമാനമായ വിഷയമാണ് വന്നിട്ടുള്ളത്. കളവ് പറയലും കളവിനു വേണ്ടി പരിശ്രമിക്കലും ഇതൊക്കെ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കും എന്ന് തുടങ്ങിയ ഒരുപാട് ഹദീസുകൾ, ആയത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശൈഖ് ഇവിടെ ഒരു അധ്യായം തന്നെ കൊടുക്കുകയാണ്, കളവ് ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. ഇത് കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഇവിടെ കൊടുത്തതെങ്കിലും സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും ഇത് ബാധകമാണ്. എല്ലാ സ്ഥലത്തും സത്യസന്ധത പാലിച്ചോ രക്ഷപ്പെടാം. കളവ് പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെട്ട ഒരാളും ഇന്നേവരെ ഉണ്ടായിട്ടില്ല, കുടുങ്ങാന്നല്ലാതെ. ചെറിയൊരു കുടുക്കായിരിക്കും. കളവ് പറഞ്ഞാൽ ചിലപ്പോൾ എലി കുടുങ്ങിയ പോലെ കുടുങ്ങിപ്പോവും, പിന്നെ പുറത്തേക്ക് വരാൻ പറ്റൂല. ആദ്യം ഒന്നല്ലെങ്കിൽ കൈയൊന്ന് വലിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടായിരിക്കും, പിന്നീട് തല പോയിട്ട് കുടുങ്ങുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സത്യം പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. ചിലപ്പോൾ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ലാഭം കുറവായിരിക്കും, ശമ്പളം കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട രൂപത്തിലുള്ള സംഭവങ്ങളും നമ്മൾ കയ്യിൽ വന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ സമാധാനം ഉണ്ടാവും, ബറക്കത്തുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടുള്ള അഭിവൃദ്ധി നൽകും. കുറച്ചേ ഉള്ളൂ എങ്കിലും അഭിവൃദ്ധി ഉണ്ടാകും. ഒരു ഹറാമിലേക്ക് തിരിയുന്നൊരവസ്ഥ ഉണ്ടാവില്ല. മറ്റേതാണെങ്കിൽ ബറക്കത്തില്ലാത്ത കച്ചവടം ചെയ്തിട്ട് പിന്നെയും ഇക്കണ്ട കൊള്ള ലാഭം എടുത്തിട്ട് ചെയ്താലും എനിക്ക് 12 ലോണ് വേറെ ഉണ്ടാവും. ആലോചിച്ച് നോക്കണം, എത്ര സത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് എന്നത് തിരിച്ചറിയണമെങ്കിൽ സഹോദരങ്ങളെ പല ബിസിനസ്സുകാരെയും നോക്കിയാൽ മതി. വളരെ ലാഭത്തിലും നല്ല കച്ചവടവും ചെയ്യുന്നുണ്ടാവും, പക്ഷേ 3, 4, 5 ലോൺ ഉണ്ടാവും. അല്ലെങ്കിൽ പലിശക്കാരുടെ അടുക്കൽ പോയി പലിശക്ക് വാങ്ങിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഈ ജാതി സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആകെ ഇപ്പം മരിച്ചിട്ടുണ്ടെങ്കിൽ മയ്യത്ത് പോലും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. സത്യസന്ധത, സത്യം പറയുക എന്നത് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ തമാശക്ക് പോലും പറയരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കച്ചവടക്കാർ, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ, ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സത്യം പറയുകയും വ്യക്തമായി അതിൻ്റെ
മൂല്യം എന്താണോ അതിൻ്റെ അവസ്ഥ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കടയിലുള്ള കടക്കാർ മാത്രമല്ല, അല്ലാത്ത സ്ഥലക്കച്ചവടം അതുപോലുള്ള ഏത് കച്ചവടമാകട്ടെ ഒക്കെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ആ സ്ഥലം വേറെന്തെങ്കിലും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കുടുക്കുണ്ടാവും, ഈ സാധുവിൻ്റെ തലക്ക് കൊണ്ടുപോയിട്ടിട്ട് രക്ഷപ്പെടും. പിന്നെ ഇയാൾ അതിൻ്റെ പിന്നാലെ പോകണം. വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം, അതിലിങ്ങനെ ഉണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഏത് കച്ചവടമാകട്ടെ, എല്ലാ കച്ചവടത്തിലും ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കുക എങ്കിൽ രണ്ട് കൂട്ടരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ കൊടുക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ പറഞ്ഞു, വാങ്ങുന്ന ആളും ശ്രദ്ധിക്കണം. എത്രയോ ആളുകളുണ്ട്, വാങ്ങുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ വാങ്ങും, കുറച്ച് പൈസ കൊടുക്കും, പിന്നെ പറ്റിക്കും, പിന്നെ ബാക്കി കിട്ടണമെങ്കിൽ ഇവനോട് യുദ്ധം ചെയ്യണം. ആ രൂപത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അതല്ലെങ്കിൽ ഇന്നിപ്പോൾ കുറവാണത് കേൾക്കൽ, കള്ളനോട്ട് കൊടുക്കും. ഈ സാധു മെനക്കെട്ട് കച്ചവടം ചെയ്തിട്ട് കുറേ പൈസ കള്ളനോട്ടായിരിക്കും. ആ രൂപത്തിലുള്ള അനേകം തട്ടിപ്പുകൾ ഇന്ന് പ്രത്യേകിച്ച് കച്ചവടത്തിൻ്റെ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓൺലൈൻ പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ ഓർഡർ ചെയ്യും, വീട്ടിലെത്തുന്നത് പലക കഷ്ണമായിട്ടായിരിക്കും, വേറെന്തെങ്കിലും ആയിരിക്കും. ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ പേരായിരിക്കും ഇതിൽ കാണുക. നമ്മളത് ഓർഡർ ചെയ്താൽ നമ്പർ 1 കോപ്പി ആയിരിക്കും നമ്മൾ കയ്യിൽ കിട്ടുക. അനുഭവമുണ്ട്. ഇങ്ങനെ അനേകം സംഭവങ്ങൾ സഹോദരങ്ങളെ കച്ചവട മേഖലയിൽ നമുക്ക് കാണാം. അതിലൊന്നും ഒരു ബറക്കത്തും ഉണ്ടാവുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ അധ്യായത്തിൽ അദ്ദേഹം ഒരൊറ്റ ഹദീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 28-ാമത്തെ അധ്യായം, ബാബുൻ മൻ തഹല്ലമ വലം യറ ഷൈഅൻ. മൻ തഹല്ലമ എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടു എന്ന് വാദിക്കുക. വലം യറ ഷൈഅൻ എന്നാൽ അവനാവട്ടെ യാതൊന്നും കണ്ടിട്ടില്ല. കാണാത്ത സ്വപ്നം കണ്ടു എന്ന് വാദിക്കൽ അത് വൻപാപങ്ങളിൽ പെട്ടതാണ് എന്നാണ് ഈ പറഞ്ഞു വന്നത്. ഷെയ്ഖ് റഹിമഹുല്ല ഈ അധ്യായത്തിലും ഒരൊറ്റ ഹദീസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. റവൽ ബുഖാരിയു, അദ്ദേഹം പറഞ്ഞു, റവൽ ബുഖാരിയു അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ മർഫൂഅൻ. ഇമാം അൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്ന മഹാനായ സഹാബിയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഹല്ലമ ബിഹുൽമിൻ ലം യറഹു കുല്ലിഫ അൻ യഅഖിദ ബൈന ശഈറതൈനി വലൻ യഫ്അല. ആരാണോ സ്വപ്നം കണ്ടു എന്ന് വാദിച്ചത്, എന്നാൽ അവൻ കണ്ടിട്ടുമില്ല, സ്വപ്നം കാണാത്ത സ്വപ്നം കണ്ടു എന്ന് ആരാണോ വാദിക്കുന്നത്, കുല്ലിഫ അവൻ്റെ മേൽ ഖിയാമത്ത് നാളിൽ ഏൽപ്പിക്കപ്പെടും, അയ്യഅഖിദ ബൈന ശഈറതൈൻ 2 ബാർലികൾ അവൻ്റെ കയ്യിൽ കൊടുക്കും, എന്നിട്ട് ആ 2 ബാർലികളും കൂട്ടി യോജിപ്പിക്കാൻ അവനോട് പറയപ്പെടും, അവൻ്റെ മേൽ ഏൽപ്പിക്കപ്പെടും. വലൻ യഫ്അൽ അവനൊരിക്കലും അത് ചെയ്യാൻ സാധിക്കുകയില്ല. സാധിക്കോ? 2 ബാർലി 2 ഗോതമ്പ് കൊടുത്തിട്ട് ഇത് 2 ഒരുമിപ്പിക്കാൻ പറഞ്ഞാൽ നടക്കോ? ഇല്ല. ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും കളവാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യം. ഒരാൾ കാണാത്ത സ്വപ്നം കണ്ടു എന്ന് വാദിക്കുക ഗുരുതരമായ തെറ്റാണത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ വിഷയം ഇത്ര ഗൗരവത്തിൽ വൻപാപങ്ങളിൽ എണ്ണപ്പെടാൻ കാരണം? സ്വപ്നകഥ കൊണ്ട് ഒരുപാട് ആളുകൾ നശിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പിഴവിലായി പോയിട്ടുണ്ട് സ്വപ്നകഥകൾ കൊണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അതിന് യാതൊരു കുറവുമില്ലാത്തതാണ്. ഒരു നാട്ടിൽ ഒരു സ്ഥലത്ത് ജാറം ഉയർത്തണമെങ്കിൽ അള്ളാഹിൻ്റെ ഖദർ കൊണ്ട് ചിലപ്പോൾ 1-2 വാഹനാപകടങ്ങൾ ആ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം വരും പുരോഹിതന്മാർ,
ഏതെങ്കിലും ഒരു പുരോഹിതൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് വരിക. അവിടെ ഒരു മഹാൻ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തെ ആരും പരിഗണിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ഖബറൊന്ന് ഉഷാറാക്കണം, ഒന്ന് കെട്ടണം, ഒന്ന് പൊന്തിക്കണം. ഇതുപോലെയുള്ള ഒരു സംഭവമാണ്, ഒരു കള്ളക്കഥയാണ് നമ്മുടെ അടുത്ത് കുഞ്ഞിപ്പള്ളിയിലുള്ളത്. ആ നാട്ടുകാരൻ ഒരാൾ കുറേ മുന്നേ പറഞ്ഞതാണ്, എന്നും അവിടെ അപകടമാണ്. അപകടം ഉണ്ടാവില്ലേ? നാട് മുഴുവനും കുണ്ടും കുഴിയുള്ള സമയത്ത് കുഞ്ഞിപ്പള്ളി മുതൽ വടകര വരെ ഉള്ള റോഡ് വളരെ നല്ല റോഡായിരുന്നു അല്ലേ? എല്ലാ സ്ഥലത്തും കുണ്ടും കുഴിയും ചെറിയ റോഡും ഒക്കെ ആയിരുന്ന കാലത്ത് അവിടെ നല്ല റോഡായിരുന്നു. സ്വാഭാവികമായി ആളുകൾ ബെല്ലും ബ്രേക്കില്ലാതെ പോകുമ്പോൾ വണ്ടി കൂട്ടിയിടിക്കും, അപകട മരണങ്ങൾ ഉണ്ടാകും. മാത്രമല്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വണ്ടി കയറി വരും, വണ്ടി ഇടിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ചില ആളുകൾക്ക് തോന്നി നല്ല കച്ചവട സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു, അവിടെ ഒരു മഹാൻ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തെ പരിഗണിക്കാത്തത് കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ആണ് അവിടെ ജാറം വന്നത് എന്ന് ആ ഭാഗത്ത് ഉള്ള അതിൽപ്പെട്ട ആൾ തന്നെ പറഞ്ഞതാണ്. അതിൽപ്പെട്ട ആൾ തന്നെ പറഞ്ഞതാണ്. സഹോദരങ്ങളെ നോക്കൂ, സ്വപ്നക്കഥയും ഇങ്ങനെയുള്ള കള്ളക്കഥയും പിന്നീട് എന്താണ്, എവിടേക്കാണ് ജനങ്ങളെ എത്തിച്ചത്? വാഹനങ്ങൾ അതുവഴി കടന്നു പോകുമ്പോൾ പൈസ എറിഞ്ഞു കൊടുക്കും. അപ്പോൾ സാധുക്കളായ വയസ്സായ കുറച്ച് ആളുകളാണ്, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, വെയിലും മഴയും മഞ്ഞും തണുപ്പൊക്കെ കൊണ്ടിട്ട് ഇതിങ്ങനെ കുനിഞ്ഞെടുക്കണ്ടേ. ആയ കാലത്തേ ആ ജോലി ചെയ്യുന്നുണ്ട്. കുറച്ച് വയസ്സായപ്പോൾ പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചു. വടിൻ്റെ അറ്റത്ത് കാന്തം ഇപ്പം ഇങ്ങനെ വെച്ചാൽ കയ്യിൽ കിട്ടും. ഇതാണ് ഇപ്പോൾ പുതിയ പരിപാടി. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കള്ളക്കഥകൾ മുസ്ലിം സമുദായത്തെ എത്തിച്ചത് നോക്കൂ നിങ്ങൾ, ഷിർക്കിലേക്ക്. അതുവഴി കടന്നു പോകുമ്പോൾ ആളുകൾക്ക് പേടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉണ്ടാവേണ്ട പേടി അതുപോലെയുള്ള പേടിയാണ്. ഒരു മഹാൻ അതുവഴി പോകുമ്പോൾ അദ്ദേഹത്തെ പരിഗണിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോപമുണ്ടാകും എന്ന് ഭയന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഖബർ അത് സന്ദർശിക്കാൻ നേരില്ല. അപ്പോൾ പൈസ എറിഞ്ഞു കൊടുത്തിട്ടെങ്കിലും ആശീർവാദം വാങ്ങുക എന്നതാണ് ആളുകൾ ചിന്തിക്കുന്നത്. എത്ര ഗൗരവമാണ് നിങ്ങൾ നോക്കൂ. ഇതുപോലെ ഒരുപാട് കള്ളക്കഥകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നു, എന്നിട്ട് പറഞ്ഞു, മോനെ, നീ TV കണ്ടതുകൊണ്ടാണ് എനിക്ക് നിന്നോട് ദേഷ്യം എന്ന് പറഞ്ഞൊരു മൊയ്ലാർ കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ദേഷ്യം ഒരാളോട്. അപ്പോൾ എന്തേ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അത്രേ, നീ ടെലിവിഷനിലൂടെ സ്ത്രീകളെ നോക്കിയില്ലേ, അതുകൊണ്ടാണ്. എന്നിട്ട് ടെലിവിഷന് പുതിയ അറബിയൊക്കെ കണ്ടുപിടിച്ചിട്ട് മുമ്പ് പ്രസംഗിക്കുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം നമ്മളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന കിതാബ് വിശദീകരിച്ചിട്ടുണ്ട്, ഷറഹ് ചെയ്തിട്ടുണ്ട്. ഈ അദ്ധ്യായത്തിൻ്റെ ഈ ഹദീസ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു കിതാബ് കണ്ടു, അദ്ദേഹത്തിനൊരു കിതാബ് കിട്ടി. അദ്ദേഹം പറയുകയാണ്, ആ കിതാബിലുള്ള കാര്യം മുസ്ലിമായ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. കാരണം അതിലുള്ളത് മുഴുവനും ഖുറാഫാത്താണ്, അന്ധവിശ്വാസങ്ങളാണ്. അതുപോലെ തന്നെ പുതുതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത അനേകം ദിക്റുകളാണ്, പിൽക്കാലത്ത് ആളുകൾ ഉണ്ടാക്കിയ ദിക്റുകളാണ്. അതുപോലെ തന്നെ ബിദ്അത്തായ പല കാര്യങ്ങൾ, അതുപോലെ ഷിർക്കൻ കാര്യങ്ങൾ തുടങ്ങി അനേകം ആളുകൾക്ക് തിരിയുന്നതും തിരിയാത്തതുമായ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കുത്തി നിറക്കപ്പെട്ട ഒരു കിതാബാണ്. അങ്ങനെ അദ്ദേഹം അതിങ്ങനെ പരിശോധിച്ച് അതിൻ്റെ അവസാനത്തിലെത്തിയപ്പോൾ അതെഴുതിയ ഗ്രന്ഥകർത്താവ് പറയുകയാണത്രേ, ഇത് ഞാൻ എഴുതിയിട്ട് എനിക്കൊരു സംശയം, ഇത് പുറത്തു വിടണോ വേണ്ടയോ, ഇത് പ്രസിദ്ധീകരിക്കണോ, പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്നുള്ള സംശയത്തിലാണ് ഞാൻ ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് നാളുകൾ ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ. അപ്പോഴതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു സ്വപ്നത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിച്ചു അത്രേ, ലിമാദാ ഹാദാ തറദ്ദുദ്, എന്തിനാണ് നീ ഇങ്ങനെ സംശയിച്ചിരിക്കുന്നത്, എന്തിനാണ് നീ ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുന്നത്? അന്നാസു ബിഹാജത്തിൻ ഇലാ ഹാദൽ കിതാബ്, ജനങ്ങളൊക്കെ ഈ കിതാബിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ജനങ്ങൾ ആവശ്യക്കാരാണ് ഈ കിതാബിന് വേണ്ടിയിട്ട്.
അതുകൊണ്ട് നീ ഇത് വേഗം പുറത്തേക്ക് വിട്, പബ്ലിഷ് ചെയ്യ്, പ്രസിദ്ധീകരിക്കൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു അത്രേ. നബി മാത്രമല്ല, ഇയാൾ പറയണത്രേ, വജാഅനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു അത്രേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞോലു, എന്തിനാണ് നിങ്ങളിങ്ങനെ ശങ്കിച്ചേക്കുന്നത്, വേഗം പുറത്തേക്ക് വിട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നത്രേ, അദ്ദേഹവും പറഞ്ഞോലും വേഗം ഇത് പുറത്തേക്ക് വിടും. അങ്ങനെ പിന്നെ മഹാന്മാരുടെ ഒരു നീണ്ട നിര തന്നെ എല്ലാവരും ഇയാളുടെ അടുത്തേക്ക് സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് വേഗം ഈ കാട്ട് ഖുറാഫാത്ത് എഴുതി വെച്ച കിതാബ് പുറത്തേക്ക് വിടണം എന്ന് പറഞ്ഞ് അയാളെ പ്രോത്സാഹിപ്പിച്ചു എന്നു പറഞ്ഞതായി അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് കാണാം സ്വപ്നവുമായി ബന്ധപ്പെട്ടിട്ട്. കാണാത്ത സ്വപ്നങ്ങൾ കണ്ടു എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ ഒരു സ്വപ്നജീവി തന്നെയുണ്ട്. സ്വപ്നജീവി എന്നാണ് അയാൾക്ക് പേരിട്ട് വിളിക്കപ്പെട്ടത്. മലപ്പുറം ജില്ലയിലെ പകരക്കാരൻ ഒരു അഹ്സനി. ഇയാൾ കാണുന്നതൊക്കെ ആരായിരിക്കും? സാക്ഷാൽ കാന്തപുരത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരായിരിക്കും. നമ്മിൽ പലർക്കും ചിലപ്പോൾ പുതിയ ആളുകൾക്ക് പരിചയം ഉണ്ടാവണം എന്നില്ല. ഇങ്ങനെ എത്രയോ കഥകൾ സഹോദരങ്ങളെ. ഈ ജാതി ഇല്ലാത്ത വഷളത്തരം മാത്രം പറയുകയാണെങ്കിൽ 2-3 ക്ലാസ്സുകൾ വെക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ള സ്വപ്നങ്ങൾ ഒരുപാട് ഉപദ്രവങ്ങൾ സമുദായത്തിന്, സമൂഹത്തിന്, വ്യക്തികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വാതിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കുകയാണ്. കാണാത്ത സ്വപ്നം, കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം ഒരാൾ കണ്ടു എന്ന് വാദിച്ചാൽ ഖിയാമത്ത് നാളിൽ 2 ബാർലികൾ നൽകിക്കൊണ്ട് അത് കൂട്ടിയോജിപ്പിക്കാൻ അയാളോട് പറയപ്പെടും. വലൻ യഫ്അൽ, എന്നാൽ അയാൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ കുല്ലിഫ അൻ യഅഖിദ ബൈന ശഈറതൈനി, 2 ബാർലികൾ കൊടുത്തിട്ട് അത് കൂട്ടിയോജിപ്പിക്കാൻ, കൂട്ടിക്കെട്ടാൻ, ഒരുമിപ്പിക്കാൻ അയാളോട് പറയപ്പെടും, അയാളോട് ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. പക്ഷേ വലൻ യഫ്അൽ, അയാൾക്കതിന് സാധ്യമല്ല. ആ വാക്കിൽ, ആ ഹദീസിൻ്റെ ആ ഭാഗത്ത് തെളിവുണ്ട്. ഇയാൾക്കിത് സാധിക്കാത്ത കാലത്തോളം അയാൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോഴാണ് നിൽക്കുക. സാധിക്കോ? സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ശിക്ഷ കാലാകാലമായി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്നതാണ് ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ പദപ്രയോഗമാണ്, ഇത് വൻപാപമാണ് എന്നതിനുള്ള തെളിവ്. കാരണം ഖിയാമത്ത് നാളിൽ ഇത് കൽപ്പിക്കപ്പെടുകയും അയാൾക്കതിന് സാധിക്കാതെ പോവുകയും അയാൾ നിരന്തരമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെ കാണാത്ത സ്വപ്നം കണ്ടു എന്നു പറയൽ വൻപാപമാണ് എന്നതിനുള്ള തെളിവ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ കണ്ട സ്വപ്നം തന്നെ കുറച്ച് മസാല കൂട്ടിയിട്ട് പറയുന്നൊരവസ്ഥ ഉണ്ടാവും. പാടില്ലാത്തതാണ്. സ്വപ്നങ്ങൾ 3 രൂപത്തിലാണ്, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ പല രൂപത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്നു കിട്ടുന്ന സ്വപ്നമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ലം യബ്ഖ മിനൻ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനിന് അള്ളാഹുവിൽ നിന്ന് സ്വപ്നം കാണിക്കപ്പെടും. നുബൂവത്തിന് ശേഷം, അഥവാ വഹയ് നിലച്ചു, ഇനി വഹയ് ഇറങ്ങുകയില്ല. അതിനുശേഷം സന്തോഷവാർത്തകളാകുന്ന സ്വപ്നങ്ങളാണ് ബാക്കിയുള്ളത്. മുഅ്മിനിൻ്റെ സ്വപ്നം എന്നത് വേറെ ചില റിവായത്തിൽ കാണാം, നുബുവത്തിൻ്റെ 46 അംശങ്ങളിൽ ഒന്നാണ്. അള്ളാഹുവിൽ നിന്ന് സന്തോഷവാർത്ത എന്നോണം നല്ല സ്വപ്നങ്ങൾ മുഅ്മിനിന് കാണിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിൻ സ്വപ്നം കാണും, അതുപോലെ സംഭവിച്ചതായി അയാൾ കാണുകയും ചെയ്യും. അങ്ങനെയുള്ള സന്തോഷ വാർത്തകൾ ഉണ്ടാകും. രണ്ടാമത്തെ ഒരവസ്ഥ എന്നത് പിശാചിൽ നിന്ന് ഉണ്ടാകുന്ന സ്വപ്നങ്ങളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ കൗമിനൊക്കെ വരുന്നത് ശൈത്താനിൽ നിന്നാണ്. പല രൂപത്തിലുള്ള പല ആളുകളും വന്നു
സംസാരിച്ചു, പറഞ്ഞു, കേട്ടു, ചോദിച്ചു, തന്നു, കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഈ ജാതി ദലാലത്ത് വിളിച്ചു പറയുന്നോ ഒക്കെ ശൈത്താനിൽ നിന്നാണ്. അതുപോലെ മോശമായ കാഴ്ചകൾ, മോശമായ രൂപത്തിലുള്ള സ്വപ്നങ്ങൾ, ഇത് സഹോദരങ്ങളെ പിശാചിൽ നിന്നുള്ളതാണ്. പിന്നെ ഒരു സാധ്യതയുള്ളത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞതും കണ്ടതും നമ്മുടെ മനസ്സിൽ വിചാരിച്ചതുമൊക്കെ സ്വപ്നങ്ങളായി വരാം. ഇങ്ങനെയാണ് സ്വപ്നങ്ങൾ പൊതുവെ. അതിൽ നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മോട് അസൂയ വെക്കാത്ത, നമ്മോട് അടുത്ത സ്നേഹമുള്ള ആളുകളോട് അത് പങ്കുവെക്കാം, കുഴപ്പമില്ല. എന്നാൽ മോശമായ സ്വപ്നമാണ് കണ്ടത് എങ്കിൽ, പിശാചിൽ നിന്നുള്ള അതുപോലെയുള്ള വൃത്തികെട്ട സ്വപ്നം ആണെങ്കിൽ ആ സമയത്ത് തന്നെ ഇടതുഭാഗത്തേക്ക് 3 തവണ ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് തുപ്പുകയും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്യുക. ഒരാളോടും അത് പറയാനും പാടില്ല. എന്ത് കണ്ടാലും വിളിച്ചു പറയുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഈ രൂപത്തിലാണ് സഹോദരങ്ങളെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, മൻ തഹല്ലമ ബിഹുലുമിൻ ലം യറഹു കുല്ലിഫ അൻ യഅഖിദ ബൈന ശഈറതൈനി വലൻ യഫ്അൽ. ആരാണോ കാണാത്ത സ്വപ്നം കണ്ടു എന്ന് വാദിക്കുന്നത്, ഖിയാമത്ത് നാളിൽ 2 ബാർലി മണികൾ അവന് നൽകിക്കൊണ്ട് അത് കൂട്ടിയോജിപ്പിക്കാൻ അവനോട് പറയപ്പെടും. വലൻ യഫ്അല, അവന് അതൊരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, സ്വപ്നം എന്നത് ചെറിയ കാര്യമല്ല. സ്വപ്നം എന്നത് ഒരാൾ കാണാത്തത് കണ്ടു എന്ന് പറയൽ അള്ളാഹുവിൻ്റെ പേരിൽ, പിന്നെ ആരെയാണോ അതിൽ അയാൾ കൊണ്ടുവരുന്നത് അവരുടെ മേലൊക്കെ കളവ് പറയലാണ്. അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്ന് പറയൽ അവിടുത്തെ പേരിൽ കളവ് പറയലാണ്. അവിടുന്ന് പറഞ്ഞു എന്ന് പറയൽ അവിടുത്തെ പേരിൽ കളവ് പറയലാണ്. ചില സംഘടനകൾ രൂപീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് സമ്മതം കൊടുത്തു എന്നാണ് സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത, സുന്നത്ത് ജമാഅത്ത് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറഞ്ഞു പരത്താറുള്ളത്. 926 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, വഹാബികളെ എതിർക്കാൻ പുതിയൊരു പ്രസ്ഥാനം രൂപീകരിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാണ് ഇത് പറയുന്നത്. അവിടുത്തെ പേരിൽ പറയുക എന്നത് എത്ര ഗുരുതരമാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കേട്ടതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു എന്നൊക്കെ പറഞ്ഞ് മഹാന്മാരുടെ പേരിൽ വരെ കളവ് പറയുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഗുരുതരമായ പാപമാണ്, വൻപാപമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എത്ര കണ്ടൊരാൾ അതിര് വിടുന്നുവോ പരിധി വിടുന്നുവോ അതിനനുസരിച്ച് അയാൾ അപകടത്തിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ പറഞ്ഞ ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞെന്തിനാണ്? ഒക്കെ നാട്ടിൽ നടക്കുന്നതാണ്. ഒരുപാട് ആളുകൾ അതുകൊണ്ട് വഴിതെറ്റിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കാണാത്തത് കണ്ടു എന്ന് പറയാൻ പാടില്ല എന്ന ഹദീസ് പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിച്ചു വെക്കണം. അത് നമ്മളായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ ഭാഗമാണ് നമ്മൾ നേരത്തെ കേട്ടത്. നുബൂവത്തിന് ശേഷം ചില സന്തോഷ വാർത്തകളല്ലാത്ത മറ്റൊന്നും ബാക്കിയില്ല. സഹാബത്ത് ചോദിച്ചു, അമൽ മുബശ്ശിറാത്ത്, എന്താണ് സന്തോഷ വാർത്തകൾ? ഖാല, അവിടുന്ന് പറഞ്ഞു, അർറുയ സാലിഹ, നല്ല സ്വപ്നം. നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ്. നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നാണ്, അല്ലാത്തത് പിശാചിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഈ പറഞ്ഞ താക്കീതുകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. ഈ അദ്ധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുള്ള ഒരു ഹദീസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതോടുകൂടി 28-ാമത്തെ ബാബ് അധ്യായം പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം നമുക്കടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. എല്ലാവിധ വഴികേടുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും മരണം വരെ ഇസ്ലാമിലായി മുസ്ലിമായി
യഥാർത്ഥ സത്യപാതയിൽ സുന്നത്തിൻ്റെ ആളുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.